സന്തോഷി നമസ്തേ. നമസ്തേ നമസ്തേ. സന്തോഷി, ഇപ്പൊ നമ്മള് ശാസ്ത്ര ലോകത്താണ് നിൽക്കുന്നത്. അതെ അതെ. എല്ലാം ശാസ്ത്രീയമായി കാണുന്ന ഒരു സമീപനം വേണമെന്നാണ്. ശാസ്ത്രീയത ഉള്ള കാര്യങ്ങൾക്കെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിക്കാവുന്നും അങ്ങനെയുള്ളതിലൂടെ വേണം. ഇപ്പൊ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസവും ഭക്തിയും ആരാധനയും ആ വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മൾ എപ്പോഴും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പൊ അതിൽ നമ്മുടെ ആചാര്യന്മാര് ഈ രംഗത്ത് നിരന്തരം പ്രഭാഷണങ്ങളും മറുപടികളും തർക്കങ്ങളുമായി നിൽക്കുന്ന ആചാര്യശ്രേഷ്ഠന്മാര് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏത് കാര്യത്തിലും ശാസ്ത്രീയത ഉണ്ടെങ്കിൽ അങ്ങനെ വേണം, ശാസ്ത്രീയമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണം. ഉദാഹരണത്തിന് അമ്പലത്തിൽ ആന എഴുന്നള്ളിക്കുമ്പോൾ ശാസ്ത്രീയത ഉണ്ടെങ്കിൽ അങ്ങനെ വേണം, ശാസ്ത്രീയത പറ്റില്ല. കരിമരുന്ന് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ വെടിക്കെട്ട് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കാം. എന്താണ് ശാസ്ത്രീയത? ഇന്നത്തെ ആദ്യത്തെ വിഷയമാണോ ശാസ്ത്രീയത? അതെ, കാലിക വിഷയം തന്നെയാണ്. അതെ അതെ. ആന എഴുന്നള്ളിക്കുന്നതിന് എന്താ ശാസ്ത്രീയത? ഉത്സവബലിയുടെ ശാസ്ത്രീയത എന്താ? വെളുപ്പിന് നിർമ്മാല്യം തൊഴുന്നതിന്റെ ശാസ്ത്രീയത എന്താ? കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നൊരു ശാസ്ത്രീയത എന്താ? ശാസ്ത്രീയത വേണ്ടേ? ശാസ്ത്രീയത ഉണ്ടെങ്കിലേ അംഗീകരിക്കുന്നുള്ളൂ എന്നാണ് ഏത് കാര്യത്തിലും. അതെ അതെ. 100 കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും ശാസ്ത്രീയത ഉണ്ടാവണം, ശാസ്ത്രത്തിന്റെ പിൻബലം ഉണ്ടാവണം. അറിവ്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അറിവാണ്, വേദമാണ്. വേദത്തിന്റെ പിൻബലം ഉണ്ടാവണം. അതാണ് വേദനയെ മാറ്റുന്നത്. ആ അറിവാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിനകത്ത് അജ്ഞത കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് അശാസ്ത്രീയമാണ്, അത് മാറ്റിവെക്കേണ്ടതുമാണ്. ശാസ്ത്രീയത എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയത എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ആത്മാവിനെ, മനസ്സിനെ, ശരീരത്തെ ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട്, സർവ്വജീവലോകത്തെയും സംരക്ഷിക്കുന്നതിന് കാരണമായിരിക്കുന്ന ശാസ്ത്രബോധത്തെയാണ് ശാസ്ത്രീയത എന്ന് ആത്മീയത കൊണ്ട് പറയുന്നത്. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്തിനു വേണ്ടിയിട്ടുള്ള അറിവ്? ജൈവികതയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അത് പാലനത്തെ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവാണ്. അതിന്റെ സംരക്ഷണത്തിന്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് ആത്മീയത. ആത്മീയതയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അഹിംസയാണ്. ആത്മീയതയുടെ ആത്മാവ് അഹിംസയാകുമ്പോൾ ഹിംസിക്കുന്നതെല്ലാം അശാസ്ത്രീയമാവും. അപ്പോ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജീവനെ ബലി കൊടുക്കുന്ന പ്രക്രിയ ഉണ്ടെങ്കിൽ അതെല്ലാം അശാസ്ത്രീയമാകും. അവിടെ ഒരു ചെറിയ ചോദ്യം ഇതിനിടയ്ക്കുണ്ട്. ഹിംസ വളരെ കുറച്ചുള്ളെങ്കിൽ ശാസ്ത്രീയമാണ്, കൂടുതൽ ചെയ്താലേ അശാസ്ത്രീയമാകുന്നുള്ളൂ. എന്താ അതിന്റെ? അങ്ങനെയും പറയുന്നുണ്ട്. അതെ, കുറച്ച് കട്ടെന്നാൽ കുഴപ്പമില്ല, കൂടുതൽ തെറ്റ് ചെയ്തെന്നാൽ കുഴപ്പമാണ്, കുറച്ച് തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല. ആ ഒരു രീതിയിലല്ല. കുഴപ്പമില്ല, 10 ആന എഴുന്നള്ളിക്കുന്നത് കുഴപ്പമാണ്, അങ്ങനെയാണോ? നമുക്കൊരു ശബ്ദത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഏത് ആഘോഷത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോ ഒരു പ്രോഗ്രാമിന്റെ ടൈമിന് പോലും ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ശാസ്ത്രീയത എന്ന് പറയുന്ന ഒരു വസ്തുത വരുമ്പോ ആത്മീയതയില് ആത്മാവിനെ സംരക്ഷിക്കുന്നത്, ആത്മാവിനെ നിലനിർത്തുന്നത്, ജീവനെ, ശരീരത്തെ ദർശിക്കുന്നതാണ് ആത്മീയത. ഏതൊരു ജീവനെയും. അപ്പോ ഒരു മൃഗത്തെ കൊന്നു കഴിഞ്ഞാലോ 10 മൃഗത്തെ കൊന്നാലോ 100 കൊന്നാലോ എല്ലാം ആത്മീയതയില് അശാസ്ത്രീയമാണ്. ശാസ്ത്രബോധത്തില് ഒരു പ്രദേശത്തെ ദുഃഖത്തെ മായ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ആനന്ദനത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ പ്രദേശത്തെ ആളുകളുടെ, ആ ക്ഷേത്രത്തിന്റെ വലിപ്പത്തെ, ആ മഹാക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ഭക്തജനങ്ങളുടെ എണ്ണത്തെ ആസ്പദമാക്കിയാണ് ഗജം രാജന്മാരെ നിശ്ചയിക്കുന്നത്. എത്ര ഗജങ്ങളുണ്ടെങ്കിൽ, എത്ര നന്ദി ഉണ്ടെങ്കിൽ അവിടെ ആനന്ദത്തെ പൂർണ്ണാവസ്ഥയിൽ പ്രതിഷ്ഠിതമാക്കാൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് ഇവിടെ 15 ആന വേണം, അല്ലെങ്കിൽ 2 പക്ഷത്തും 15 ആന വേണം. കാരണം തൃശ്ശൂർ പോലുള്ള ഇടങ്ങളിൽ സ്ത്രീമൂല സ്ഥാനമാണ്. സ്ത്രീമൂല സ്ഥാനമായിട്ടുള്ള കേരളത്തിന്റെ ഭാർഗവ നിലയത്തിന്റെ സ്ത്രീമൂല സ്ഥാനമായിരിക്കുന്ന ഈ വടക്കുംനാഥന്റെ ഉത്സവത്തിന് കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള ആളുകളുടെ പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് അത്രയും വരുന്ന ജനങ്ങളെ ആനന്ദിപ്പിക്കണമെങ്കിൽ ആ എണ്ണം അവിടെ വേണ്ടി വരും. അതേസമയം ഒരു ചെറിയ ഒരു പ്രാദേശിക ക്ഷേത്രമാണ് എങ്കിൽ അവിടെ 1 ആന മതിയാവും.
ഉവ്വ. അതല്ല, കുറച്ചും കൂടി മഹാക്ഷേത്രത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഇതാണെങ്കിൽ ഉത്സവത്തിന് ചിലപ്പോൾ 2 3 ആനകൾ വേണ്ടി വരും. ആ ദേവസങ്കല്പങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിനെ തിടമ്പേറ്റുന്നതിന് വേണ്ടിയിട്ട് ഗജരാജന്മാരെ വേണ്ടി വരും. കാരണം ഉവ്വ. ഉപദേവന്മാരുടെ സങ്കല്പങ്ങളും ക്ഷേത്രത്തിലെ മറ്റ് ദേവതാ സങ്കല്പങ്ങളും എല്ലാം പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഒരു ആനയും മറ്റത് ആനയെ പുറത്തല്ലാതെയും എഴുന്നള്ളിക്കാൻ പറ്റില്ല. അപ്പോ ആ ഒരു 3 ദേവതാ സങ്കല്പം ഒരു ക്ഷേത്ര പരിധിയിലുണ്ടെങ്കിൽ ആ 3 ആന വേണ്ടി വരും. ഉവ്വ. അതിനെല്ലാം ശാസ്ത്രീയതയുണ്ട്. ആ അപ്പോ ശാസ്ത്രബോധമുള്ളവര് ഏത് തീരുമാനിക്കുമ്പോഴും അത് ശാസ്ത്രത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന വിഗ്രഹത്തിന്റെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തെ ജനിപ്പിക്കുവാൻ അത് കാരണമാകും. അതായത് നമ്മളൊരു പ്രദേശത്തിന്റെ ഉത്സാഹത്തെ, എങ്ങനെയുള്ള ഉത്സാഹത്തെ എന്ന് ചോദിച്ചാൽ മഴക്കാല ജന്യരോഗങ്ങളാൽ ഉണ്ടാകുന്ന ശരത്കാല ദുഃഖങ്ങളെ ഹേമന്തകാലത്തുള്ള ക്ഷീണമായി മാറുമ്പോൾ മരണപ്പെട്ടവരെ കുറിച്ചോർത്തും രോഗം സംഭവിച്ചവരെ കുറിച്ച് രോഗത്തിൽ അടിപ്പെട്ടുപോയവരെയും ഉത്സാഹമാകുന്ന ജീവിതത്തിലേക്ക് കുടിയിരുത്തുന്നതിന് വേണ്ടി, കുടിയേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കുടിയേറ്റുത്സവങ്ങൾ. അതിനു വേണ്ടിയിട്ട് വർണ്ണത്തെ വർദ്ധിപ്പിക്കുമ്പോൾ കരിമരുന്നാവാം, മരുന്നായിട്ട് കരിമരുന്നാവാം, അതുപോലെ തന്നെ വർണ്ണം വർദ്ധിപ്പിക്കുവാനായിട്ട് പല കലകളുമാവാം, വാദ്യപാരായണമാകാം, വേദപാരായണമാവാം, അലങ്കാരങ്ങൾ ആവശ്യത്തിൽ കൂടുതലാവാം. അപ്പോൾ അതിനായിട്ട് പ്രത്യേക ഹോമാദികൾ നടത്താം. അവിടെ എന്തെല്ലാം കൊണ്ട്, വാദ്യങ്ങൾ കൊണ്ടും വേദങ്ങൾ കൊണ്ടും എന്തെല്ലാം രീതിയിൽ ഉത്സാഹിപ്പിക്കുന്നു. ഇതിലൊന്നും താല്പര്യമില്ലാത്തവർ ആനമടിയന്മാരായിട്ടുള്ള ആളുകളെ പോലും ആനന്ദിപ്പിക്കുന്നതാണ് ഈ വമ്പന്മാരായിട്ടുള്ള കൊമ്പന്മാര്. അവരെ എത്ര പേരുണ്ടെങ്കിൽ ഈ ജനങ്ങളെ ആനന്ദിപ്പിക്കാൻ പറ്റും. അത് ശാസ്ത്രബോധത്തിൽ ചിന്തിക്കുമ്പോഴാണ് തന്ത്രിക്ക് ആ തന്ത്രത്തെക്കുറിച്ച് ബോധ്യമുള്ള തന്ത്രിയും അതിന്റെ പരിവാരങ്ങളും ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള ആളുകളും ചേർന്നിട്ടാണ് ആ തീരുമാനം എടുക്കുക. അതാണ് തന്ത്രം. തന്ത്രവും മന്ത്രവും യന്ത്രവും ചേരുമ്പോഴാണ് ഒരു ക്ഷേത്രത്തെ, ആ ക്ഷേത്രദേശത്തെ എങ്ങനെ ഉത്സാഹമാകുന്ന ജീവിതത്തിലേക്ക് കൊടിയേറ്റാം എന്ന് തീരുമാനിക്കുന്നത്. പടഹാദിയായാലും കൊടിയേറ്റുത്സവമായാലും എല്ലാം ഈ ഒരു ദുഃഖത്തിന്റെ ആസ്പദമാക്കിയിട്ടാണ് ആ ഉത്സാഹത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വർണ്ണവും എണ്ണവും, ദിനങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിക്കും. തന്ത്രം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ എന്തായിരുന്നു തന്ത്രം എന്ന് പറഞ്ഞാൽ? അതിന്റെ ശാസ്ത്രീയത എന്താ? അതായത് ആത്മാവ്, മനസ്സ്, ശരീരം, ഈ ത്രിഗണവൈഭവമാണ് പ്രപഞ്ചം. അപ്പോ തന്ത്രം ആത്മാവിന്റേതാണ്, മന്ത്രം മനസ്സിന്റേതാണ്, യന്ത്രം ശരീരത്തിന്റേതാണ്. അപ്പോ തന്ത്രം ആത്മവൈഭവത്താലാണ് തന്ത്രത്തിലാണ് അത് പ്ലാൻ ചെയ്യുന്നത്. മനസ്സിനെ, അതായത് ഇച്ഛാശക്തിയെ ഉയർത്തുവാനായിട്ട്, മനസ്സിന്റെ ശക്തിയെ ഉയർത്തുവാനായിട്ട് മന്ത്രവും അവിടെ ഉപയോഗിക്കും. ശരീരശക്തിയെ ഉയർത്താൻ വേണ്ടിയിട്ട്, ക്രിയാശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് യന്ത്രവും ഉപയോഗിക്കും. അപ്പോ തന്ത്ര മന്ത്ര യന്ത്രാദികളാൽ മനസ്സ്, വാക്ക്, പ്രവൃത്തി, അതായത് ജ്ഞാന, ഇച്ഛ, ക്രിയാശക്തികളെ ഉയർത്തിക്കൊണ്ടിട്ടാണ് ആ ദേശത്തെ ത്രിഗണ വൈഭവത്തിലൂടെ, ത്രിഗണ ശക്തിയായിരിക്കുന്ന ത്രിമൂർത്തി വൈഭവത്തിലൂടെ ആ പ്രദേശത്ത് ഉത്സാഹം ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയ, ശുദ്ധി ക്രമങ്ങളെ ചിട്ടപ്പെടുത്തുന്നത്. ഇതാണ് ഇതിന്റെ ശാസ്ത്രീയത. ഇതിന്റെ ശാസ്ത്രീയത നിശ്ചയിക്കുന്നത് തന്ത്രവും മന്ത്രവും യന്ത്രവും അറിയാവുന്ന 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചേർന്നിരുന്നിട്ടാണ് ആ ഉത്സവങ്ങൾ എങ്ങനെയാവണം എന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടെ മെയിനായിട്ട് നമ്മൾ. അപ്പൊ ഈ തന്ത്രമന്ത്ര യന്ത്രാദികളായിട്ടുള്ള ആ സംവിധാനത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളോ ആരാധനാലയങ്ങളോ ഉള്ള ആ സംവിധാനങ്ങളിൽ എവിടെയാണെങ്കിലും ഇപ്പോ നമ്മുടെ ആചാര്യന്മാരെന്ന് വിചാരിക്കുന്ന, ബഹുമാനിക്കപ്പെടുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ, അതായത് സന്യാസി ശ്രേഷ്ഠന്മാർ എല്ലാവരും സന്യാസിമാർ, പല വിഭാഗത്തിലുള്ള സന്യാസിമാരുണ്ടെങ്കിലും ഇത് മഠാധിപതികളായിട്ടുള്ള, വിവിധങ്ങളായ മഠാധിപതികളായിട്ടുള്ള കാവി വേഷധാരികളായിട്ടുള്ള, പ്രായം കൊണ്ടും വളരെ പ്രായം ചെന്നിട്ടുള്ള, അനുഭവജ്ഞാനങ്ങളുമുള്ള ആ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ഈ തന്ത്രമന്ത്ര യന്ത്രാദികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രവും ആരാധനാലയങ്ങളിലും എന്ത് ബന്ധമാണുള്ളത്, എന്ത് കണക്ഷനാണുള്ളത്, എന്ത് അധികാരമാണുള്ളത്, എന്ത് തരത്തിലുള്ള ശാസ്ത്രീയതയാണ് അതിനുള്ളത്? ഇതിൽ ശാസ്ത്രീയത എന്താണുള്ളത് ഈ കാര്യത്തിൽ? അതിനകത്ത് ശാസ്ത്രീയതയില്ല. അതായത് ഒരു ഭക്തൻ മാത്രമാണ് അവിടെ. സന്യാസി ആയാലും ഒരു ഭക്തൻ മാത്രമാണ്. അതായത് ഇപ്പോ നമ്മൾ പറയുന്ന ഭാരതത്തിന്റെ വേദശാസ്ത്ര പ്രകാരം നോക്കുവാണെങ്കിൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്ന 4 അവസ്ഥകളിൽ ഒരവസ്ഥ മാത്രമാണ് സന്യാസി. ആ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം
ആ സന്യാസി എന്ന് പറഞ്ഞാൽ ഒരു പ്രായപരിധി കഴിയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് സന്യാസി. പക്ഷെ ഇപ്പോൾ അതല്ല. സന്യാസം എന്ന് പറയുന്നത് ഓരോ മതത്തിന്റെ അണ്ടറിലെ ഓരോ മതങ്ങളായിട്ട് വേർതിരിഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ മതവാദവുമായിട്ട് അഭിപ്രായം, ഏകം, ദ്വൈതം, അദ്വൈതം, ത്രേതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവിധ തരത്തിലുള്ള വാദഗതികളുമായിട്ടുള്ള ഓരോ മതങ്ങളായിട്ട് മഠങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആണ് സന്യാസ വൃന്ദങ്ങൾ മാറി നിൽക്കുന്നത്. ഒരിടത്ത് പറയുന്നതല്ല അടുത്ത ആള് പറയുന്നത്, അടുത്ത ആള് പറയുന്നതല്ല അപ്പുറത്ത് പറയുന്നത്. ഇങ്ങനെ എന്റെ ചോദ്യം അതല്ല സന്തോഷ്. അല്ല, അങ്ങനെയുള്ള ആളുകള് എനിക്ക് മനസ്സിലായി. അങ്ങനെയുള്ളവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവർ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ക്ഷേത്രത്തിന്റെ ഉത്സവാദികളിലും ക്ഷേത്രത്തിന്റെ ആചരണ പദ്ധതികളിലും അവിടെ നടക്കുന്ന അനുഷ്ഠാനങ്ങളിലും ഈ മഠങ്ങൾക്കോ സന്യാസി സമൂഹത്തിനോ അഭിപ്രായം പറയാം. പക്ഷെ അത് അനുസരിക്കുവാനോ അനുസരിപ്പിക്കാനോ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അവർ സാധാരണ ഒരു ഭക്തൻ മാത്രമാണ്. അതായത് അഭിപ്രായം പറയാം എന്നുള്ളത് പോലും അതിന് ശാസ്ത്രീയതയും കൊണ്ട് എനിക്ക് അറിയേണ്ടി വരും. അഭിപ്രായത്തിന് ശാസ്ത്രീയത ഇല്ലല്ലോ. എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതമാണ്. ഞാൻ സന്തോഷിച്ചോടെ ഇക്കാര്യത്തിൽ തർക്ക വിഷയമായി തന്നെ ചോദിക്കുന്നു. അതെ അതെ, അതായത് പറയേണ്ടിടത്തല്ലാതെ ആവശ്യമുള്ളിടത്തല്ലാതെ അഭിപ്രായം പറയേണ്ടവരാണോ സന്യാസി ശ്രേഷ്ഠന്മാർ? അവനുള്ള പക്വതയുള്ളവരല്ലേ? അവരൊക്കെ ആവശ്യമുള്ളിടത്തല്ലേ പറയേണ്ടത്? ആവശ്യമില്ലാത്തടത്ത് പറഞ്ഞ് അധരവ്യായാമം നടത്തേണ്ട ആവശ്യകത സന്യാസിമാർക്കുണ്ടോ? അത് അങ്ങ് ചോദിച്ച വളരെ ഒരു വലിയ ചോദ്യമാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത അപ്പുറത്തൊരു ചോദ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതം എന്നാണ് അർത്ഥം. മതങ്ങൾക്ക് അഭിപ്രായങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഇടമാണ് ക്ഷേത്ര മതിൽക്കകം. ക്ഷേത്ര മതിൽക്കകത്ത് അഭിപ്രായങ്ങൾക്കോ അല്ലെങ്കിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഏതെങ്കിലും അവകാശങ്ങൾക്കോ സ്ഥാനമില്ല. ക്ഷേത്രത്തിന്റെ ജനിതഘടനയ്ക്കനുസരിച്ചാണ് അവിടുത്തെ പടിത്തരങ്ങള്. അവിടുത്തെ പടിത്തരത്തെക്കുറിച്ചും അതിന്റെ ജനിതഘടനയെക്കുറിച്ചും അതിന്റെ ആചരണ പദ്ധതികളെക്കുറിച്ചും ഈ ക്ഷേത്രം എന്തിനു വേണ്ടിയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയവരും അവിടുത്തെ ദേവതാ സങ്കല്പത്തിന്റെ ആ സ്വഭാവവും കണക്കിലെടുത്ത് തന്ത്രപരമായിട്ട് താന്ത്രിക കുലപതികളായിട്ടുള്ളവരുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടാണ് ആ ക്ഷേത്രം പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇടത്തു നിന്നും അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല, അറിവിന് സ്ഥാനമുണ്ട്. അറിവിനെ വേദ്യമാക്കുവാൻ തന്ത്രിക്കും ബാധ്യതയുണ്ട്. അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാൻ ഇടമില്ല ക്ഷേത്രങ്ങളിൽ. തന്ത്രിക്കും അങ്ങനെയുള്ള സ്ഥലത്ത് അഭിപ്രായം പറഞ്ഞ് സമൂഹ മധ്യത്തില് മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരാവേണ്ടവരല്ലല്ലോ ആദരിക്കപ്പെടുന്ന ഇവിടുത്തെ ബഹുമാനിക്കപ്പെടുന്ന ഇവിടുത്തെ ആചാര്യ വൃന്ദം എന്ന് പറയുന്ന സന്യാസി ശ്രേഷ്ഠന്മാര്. തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പൊ നമ്മൾ ഈ സന്യാസി മഠങ്ങള് ആരെയും അവഹേളിച്ചുകൊണ്ടല്ല കേട്ടോ പറയുന്നത്. സന്യാസി മഠങ്ങള് ഓരോ മഠങ്ങളിലും ഓരോ അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങളിൽ ഇവര് പരസ്പരം അകന്ന് ശത്രുപക്ഷത്ത് നിൽക്കുന്ന കൂട്ടത്തിലാണ്. ഏകവും ദ്വൈതവും അദ്വൈതവും വിശേഷാൽ അദ്വൈതവും എല്ലാം പറഞ്ഞിട്ട് ദ്വൈതവാദങ്ങളും ത്രേതവാദങ്ങളും ഇനി എന്തെല്ലാം വാദങ്ങളുണ്ടോ അതെല്ലാം നിരത്തി നിന്നുകൊണ്ട് മതത്തെ അഭിപ്രായങ്ങളിലൂടെ മതങ്ങളെ സൃഷ്ടിക്കുകയാണ്. ഇങ്ങനെ സൃഷ്ടിക്കുന്നതിന്റെ ഫലമാണ് നമ്മളുടെ അതായത് മതത്തിനും അതീതമായി ചിന്തിക്കുന്ന ശാസ്ത്രബോധത്തിലേക്ക് പിറന്നു വീഴേണ്ട മക്കൾ മതത്തിന്റെയും ജാതിയുടെയും വിദ്യാലയങ്ങളിൽ പഠിക്കേണ്ട ആ ദുസ്ഥിതി ഇവിടെ ജനിക്കുന്നത് അങ്ങനെയാണ്. നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ശാസ്ത്രീയത കുട്ടികളെ പഠിപ്പിക്കുന്ന ശാസ്ത്ര നിലയങ്ങളായിട്ടുള്ള വിദ്യാലയങ്ങൾ പോലും മതത്തിന്റെയും ജാതിയുടെയും അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന്റെ അടിമ സമ്പ്രദായത്തിലാണ് നിൽക്കുന്നത്. അടിച്ചേൽപ്പിക്കുകയാണ് അഭിപ്രായങ്ങളെ. ആ അഭിപ്രായങ്ങളെ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോ ഓരോ മഠങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിപ്രായമല്ല ക്ഷേത്രങ്ങളിൽ വേണ്ടത്, അറിവാണ്. അത് പഠിക്കുകയാണ് വേണ്ടത്. കാരണം സനാതനമായിട്ട് നിലനിൽക്കുകയാണ് ക്ഷേത്രങ്ങൾ. 1000 വർഷമോ 2000 വർഷമോ 10000 വർഷമോ 1,00,000 വർഷമോ അല്ല ഇതുള്ളത്. അതായത് ത്രേതായുഗം എന്ന് പറയുന്നതിന്റെ കാലയളവ് നമ്മൾ ചിന്തിക്കുന്ന ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു അളവല്ല മോഹൻജി അതിന്റെ. എന്തിനും ഏതിനും ശാസ്ത്രീയമായ അടുത്തിലൂടെ ചെയ്യണമെന്ന് പറയുന്ന ആചാര്യവൃന്ദം അവർ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് അവരുടെ ഈ ശാസ്ത്രീയമായ ഏത് തലത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യമായിട്ടും ശാസ്ത്രീയമായിട്ടും
ആചാരപരമായിട്ടും ഇവര് ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്, ഏത് തലത്തിലുള്ളവർക്കാണ് ഇത് ഉപദേശം കൊടുക്കേണ്ടത്, ഏത് തലത്തിലാണ് അവരെപ്പോഴും നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്, അതും കൂടെ അങ്ങൊന്ന് പറയാമോ? അതൊന്നും കൂടി പറഞ്ഞു മോൻജി. സന്യാസി ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകള് അവരുടെ പ്രവർത്തന മണ്ഡലം, ചിന്താമണ്ഡലം, അല്ലെ അവര് ഉപദേശിക്കുന്ന, അല്ല അവരെ കേൾക്കേണ്ടവര്, അനുസരിപ്പിക്കേണ്ടവരൊക്കെ ഉണ്ടാവും. അവർ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്, ആ തലത്തിന്റെ ശാസ്ത്രീയത എന്താണ്, ഏത് തലത്തിൽ എത്തി നിന്നിട്ടാണ് അവർ ചെയ്യേണ്ടത്? തന്ത്രമന്ത്ര യന്ത്രാദികളാൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളിൽ അവർക്ക് അഭിപ്രായത്തിന് വലിയ സ്ഥാനമില്ല എന്നുള്ള ഒരു വാദഗതി നിൽക്കെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. സമൂഹത്തിന്റെ, സമാജത്തിന്റെ മറ്റേത് പ്രതലത്തിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അവരുടെ അറിവുകൾ വിളമ്പി കൊടുക്കേണ്ടത് ഏത് പ്രദേശങ്ങളിലാണ്, ഏത് തലത്തിലാണ്, ഏത് സന്ദർഭങ്ങളിലാണ്? അത് വലിയ ചോദ്യമാണ്. വലിയ ചോദ്യം എന്ന് പറഞ്ഞാൽ പരിഹാരത്തെ നിർദ്ദേശിക്കുന്നവരാകുകയാണ് സന്യാസി വൃന്ദം ചെയ്യേണ്ടത്. അതാണ് അവരുടെ ഡ്യൂട്ടി. പരിഹാരം എന്ന് പറയുമ്പോൾ ഹരനും ഹരിയും ചേർന്നാൽ പരിഹാരം, ശിവനും വിഷ്ണുവും ചേർന്നാൽ പരിഹാരം, ഭൂമിയും സസ്യലോകവും ചേർന്നാൽ ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാൻ കഴിയും. അപ്പോ ഹരനെയും ഹരിയെയും ചേർത്ത് വെക്കുന്ന, മണ്ണിൽ സസ്യലോകത്തെ ചേർത്ത് വെക്കുന്ന രീതിയിൽ ദ്വൈതവാദമല്ല, അദ്വൈതം, രണ്ടെന്നില്ലാത്ത ഏകമായിരിക്കുന്ന വാദത്തിലൂടെ ത്രേത സിദ്ധാന്തം പറയുന്ന ആ ത്രിഗണ വൈഭവമായിരിക്കുന്ന, ത്രിലോകത്തിന് കാരണമായിരിക്കുന്ന ഈ ജീവപ്രപഞ്ചത്തെ ചേർത്ത് വെക്കുന്ന രീതിയിൽ മനുഷ്യന്റെ മാത്രമല്ല സർവ്വജീവലോകത്തിന്റെയും ജീവനെ ഹനിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ചുമതലപ്പെട്ടവരായിട്ട് ജ്ഞാനത്താൽ, ആ ജ്ഞാനത്തെ, അവരുടെ അർത്ഥത്തെ എല്ലാം സകല പ്രതലത്തിലേക്കും വിളമ്പിക്കൊടുക്കുവാൻ ചുമതലപ്പെട്ട, പരിഹാരത്തെ നിർദ്ദേശിക്കുവാൻ ചുമതലപ്പെട്ടവരാണ്. പരിഹസിക്കുന്നവരല്ല. പരിഹസിക്കുന്നവരുടെ ലോകത്തല്ല സന്യാസിമാര് നിൽക്കുന്നത്. പരിഹാരത്തെ നിർദ്ദേശിക്കുവാൻ യോഗ്യതയോടുകൂടിയിട്ട് അത്രയും ജ്ഞാനത്തെ സ്വീകരിച്ചുകൊണ്ട്. കാരണം അവിടെ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ബ്രഹ്മചര്യം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വാനപ്രസ്ഥം കഴിയുമ്പോൾ വരെ നമ്മുടെ ജീവിതാനുഭവത്തിൽ ഉണ്ടാകുന്ന ആ ജ്ഞാനത്തെ പുതുതലമുറയിലേക്ക് വിതറുകയാണ്. വാരി വിതറുന്ന ജ്ഞാന വിത്തുക്കളാണ് അവര്. അത്രയും വൃദ്ധാൻ എന്ന് പറയുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠനാണോ ആ ശ്രേഷ്ഠതയാണ് ആ സൂര്യ തേജസ്വികളായിട്ടുള്ള ഋഷീശ്വരന്മാർക്കൊപ്പം നമ്മൾ സന്യാസിമാരെ കാണുന്നത് അവിടെയാണ്. ഇപ്പൊ താപസന്മാര്, ഋഷീശ്വരന്മാര്, മഹർഷിമാര് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് സന്യാസിമാര് ഉയരുന്നത് അവര് ഈ പ്രപഞ്ചത്തിലെ സകല പ്രതലത്തിലും പരിഹാരത്തെ നിർദ്ദേശിക്കുവാൻ ശേഷിയുള്ളവരാകുമ്പോഴാണ്. അത് അറിവ് കൊണ്ടാണ്. അഭിപ്രായങ്ങളല്ല സന്യാസിമാരുടെ വായിൽ നിന്ന് വരുന്നത്, നാവിൽ നിന്ന് വരുന്നത് അറിവാണ് വരേണ്ടത്. വാക്ക്, മനസ്സ്, പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ വാക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മശക്തിയാണ് വാക്കിന്റെ ബലം. നമ്മുടെ നാവ് ചലിക്കുന്നത് ആത്മശക്തിയാലാണ്. അപ്പൊ നാവ് എന്തായിരിക്കണം? ആത്മശക്തിയിലായിരിക്കണം. വാക്ക്, മനസ്സ്, പ്രവൃത്തി, ഇത് മൂന്നും സമാജത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവ മൂന്നും ഈ ത്രിലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവലോകത്തിന്റെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നവരാണ് സന്യാസി. അപ്പൊ അങ്ങനെ വരുമ്പോ മറ്റൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഒരു ചോദ്യം കൂടെ വീണ്ടും വരുക. ജീവിതത്തിന്റെ വിവിധ ദശകൾ കഴിഞ്ഞിട്ട് സന്യാസത്തിന്റെ അവസാന ഭാഗത്താണല്ലോ ഈ കാഷായ സന്യാസം വരുന്നത്. അതെ. അപ്പൊ അതുവരെ വന്നിട്ടുള്ള അനുഭവങ്ങളാണ്. കുഞ്ഞു മുതൽ ഇങ്ങോട്ട് ഗൃഹസ്ഥാശ്രമം മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള മുഴുവൻ അനുഭവങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് അത് അറിവാക്കി സ്വീകരിച്ചുകൊണ്ട് ആ അറിവിൽ നിന്നും വരും തലമുറയ്ക്ക് ഗുണം വരുന്ന തരത്തിലുള്ള ഉപദേശ രൂപേണയുള്ള അരുത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ അറിവ് വിളമ്പി കൊടുക്കുന്ന ആളുകൾ, ആ വ്യക്തിത്വങ്ങളും ആണല്ലോ ആവേണ്ടത്, അല്ലേ? അതെ. അപ്പൊ അറിവാണ് വിളമ്പുന്നത്, അതെ, അഭിപ്രായമല്ല വിളമ്പേണ്ടത് എന്നൊന്നും കൂടെ ധ്വനിയുണ്ട് ആ കൂട്ടത്തില്. അതെ. അറിവ് വരുമ്പോൾ ഈ അഭിപ്രായത്തിന് സ്ഥാനം ഉണ്ടാവില്ലല്ലോ. ഇന്ന് നമ്മൾ ഒരു അഭിപ്രായം അറിവുള്ള ആളുകൾ ആരും അഭിപ്രായം പറയില്ലല്ലോ സന്തോഷി. അഭിപ്രായം പറയില്ല. അറിവ് പറയുമ്പോ അഭിപ്രായമല്ലല്ലോ, അത് അറിവല്ലേ. അറിവുള്ളവർ അഭിപ്രായം വേറൊന്നുകൂടി ഉണ്ട്. നമ്മൾ
അത് വളരെ കൃത്യമല്ലേ? കണക്ക് പോലെ 2 2 4 എന്നുള്ള കണക്ക് പോലെ, കണക്കിന്റെ പട്ടിക പോലെ, അക്കങ്ങളുടെ പട്ടികയുടെ കണക്ക് പോലെ തന്നെ വ്യക്തമല്ലേ? അറിവുള്ളവർ അഭിപ്രായം പറയില്ല. വ്യക്തതയാണോ? അതെ, അറിവുള്ളവർ പറയുന്നത് അഭിപ്രായമല്ല, അറിവാണ്. അറിവാണ് പറയേണ്ടത്, അറിവാവണം പറയേണ്ടത്. അറിവുള്ളവർ അഭിപ്രായം അങ്ങനെ അറിവ് പറയുന്നിടത്ത് തർക്കത്തിന് സ്ഥാനമുണ്ടോ? എങ്ങനെയാണ് തർക്കം ഉണ്ടാവുന്നത്? തർക്കിക്കുന്നത് ആരാണ്? നാസ്തികവാദത്തിന്റെ സ്വഭാവമാണ് തർക്കം. ഇവിടെ എല്ലാത്തിനും ഉത്തരമുണ്ട് മോഹൻജി. ഇവിടെ സർവ്വതിനും അങ്ങനെയുള്ള അറിവ് പറയുന്നിടത്ത് ആ അറിവും ആ പറയുന്നതും ശാസ്ത്രീയതയും തമ്മിൽ എന്താണ് ബന്ധം? അറിവ് കേൾക്കുന്ന മാത്രയിൽ തന്നെ നമുക്ക് നമ്മളുടെ വേദനകളെ മാറ്റുന്നതാണ്. നമുക്ക് അതിന്റെ അർത്ഥത്തിലൂടെ അനർത്ഥത്തെ നീക്കുവാൻ ശേഷിയുള്ളതാണ് അറിവ്. അതല്ലാത്തത് എന്തും അജ്ഞതയാണ്. അതെ, അപ്പൊ അവിടെ ശാസ്ത്രീയത എന്നൊന്ന് പ്രത്യേകം ഉണ്ടാവേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ശാസ്ത്രത്തിലാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നത്. വേദവും ശാസ്ത്രത്തിന്റെ ശരിക്കും മലമാരിയാണ്. അതെ, അപ്പൊ ശാസ്ത്രീയമായിട്ടുള്ളതാണെങ്കിൽ ആചരിക്കാം, അല്ലാത്ത ആചരിക്കാൻ പാടില്ല എന്നുള്ള അങ്ങനെ ഒരു അറിവില്ലല്ലോ, അങ്ങനെ ഒരു ശാസ്ത്രം ഇല്ലല്ലോ. അല്ല, ഞാൻ വളരെ സന്തോഷം കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അറിവാണ് നമ്മൾ പകരേണ്ടതും അറിവാണ് ചെയ്യേണ്ടതും. മനസ്സ് അപ്പോൾ മാത്രമാണ് ആനന്ദിക്കുകയുള്ളൂ. നമ്മളുടെ ഞാൻ ചോദിക്കാം, അങ്ങയുടെ ഇടയ്ക്ക് കയറി ചോദിക്കാതെ നിവൃത്തിയില്ല. അല്ലെ അങ്ങ് പറഞ്ഞു പോകും. ശാസ്ത്രീയതയ്ക്ക് കുറവും കൂടുതലുമുണ്ടോ? ശാസ്ത്രത്തിന് കുറവും കൂടുതലുമുണ്ടോ? അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? കുറച്ചാണെങ്കിൽ അത് ചെയ്യാം, കൂടുതലാണെങ്കിൽ അശാസ്ത്രീയമാണ്. അങ്ങനെ ഒരു ശാസ്ത്രമുണ്ടോ? നമ്മള് ശാസ്ത്രീയതയിലാകുമ്പോ അതിന്റെ ആ മെഷർ അളവും ശാസ്ത്രീയമാണ്. അത് അമിതമായെന്നാൽ അത് അശാസ്ത്രീയമാണ്. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം അമിതമായാൽ നമുക്കത് ദോഷം ചെയ്യും. നമ്മളുടെ ആരോഗ്യത്തിന് കാരണം ഭക്ഷണമാണ്. പക്ഷെ ഭക്ഷണം അമിതമായാൽ അത് അനാരോഗ്യത്തെ സൃഷ്ടിക്കും. മരുന്ന് രോഗത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മരുന്ന് കൂടുതലായാൽ അത് മറ്റു രോഗങ്ങൾക്ക് കാരണമാകും. ഇതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അശാസ്ത്രീയമായ കാര്യങ്ങള്, നമുക്ക് ശാസ്ത്രീയത ഒട്ടും തൊട്ടു തീണ്ടാത്ത കാര്യങ്ങള്, അത്തരം കാര്യങ്ങള് ക്ഷേത്രത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഈയിടെ കടന്നു കൂടിയിട്ടുള്ള അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ താന്ത്രികപരമായിട്ടും മാന്ത്രികപരമായിട്ടും യാന്ത്രികപരമായിട്ടും അതിനെ ചിന്തിച്ച് വിശകലനം ചെയ്ത് അതിനെ മാറ്റേണ്ടതാണെങ്കിൽ ആ അനാചാരം എന്തുകൊണ്ടാണ് കടന്നു കൂടിയത് എന്ന് ചിന്തിച്ചിട്ട് അതിനെ ക്ഷേത്ര സംബന്ധമായ, ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ജനിതഘടനയുണ്ട്, എല്ലായിടത്തും ഒരുപോലെയല്ല. അല്ല, അത് പറഞ്ഞു കഴിഞ്ഞാലേ ക്ഷേത്രം തന്ത്രമന്ത്ര യന്ത്രാദികളല്ലാണ് പോകുന്നത്. നേരെ തിരിച്ച് ആശുപത്രി, അവിടെ ഈ തരത്തിലല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത്. ആശുപത്രിയിലെ കാര്യങ്ങൾ ഇല്ലേ? അപ്പൊ ഓരോ തലങ്ങളിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോകുമ്പോൾ അതങ്ങനെയാണ്. ഒരു വ്യവസായം, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ, ഫാക്ടറി ആണെങ്കിൽ അവിടെ വേറൊരു തരത്തിലാണ്. അപ്പൊ അവിടെയെല്ലാം ആ തലത്തിലുള്ള ആളുകളുടെ അഭിപ്രായവും ആ അറിവും അല്ലേ വേണ്ടത്. ആ തരത്തിലുള്ള അറിവോടുകൂടി ചെയ്യുന്ന പ്രദേശങ്ങളിൽ, ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയിലെ ഉൽപ്പന്നം ഉണ്ടാക്കുന്നിടത്ത് തന്ത്രമന്ത്ര യന്ത്രാദികൾ പോകുന്ന, ഞാൻ വലിയ കേമനാണ്, എനിക്ക് അറിവുണ്ടെന്നും പറഞ്ഞ തന്ത്രി എന്നിട്ട് വല്ല കാര്യമുണ്ടോ? അമ്പലത്തിലെ തന്ത്രി എന്നിട്ട് ഒരിക്കലുമില്ല. ഇല്ല. ഞാൻ ഫാക്ടറി, ഇത്രയും വലിയ ഫാക്ടറി ഉൽപ്പന്നമാണ്, ഇത്രയും ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഫാക്ടറിയുടെ ഉടമസ്ഥനോ അതിന്റെ എഞ്ചിനീയറോ വന്ന് ക്ഷേത്രത്തിൽ വന്ന് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും നടക്കില്ല. ഇതല്ലേ നമുക്കിപ്പം നമ്മുടെ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഒരാള് എല്ലായിടത്തും അഭിപ്രായം പറയുന്ന, ആ അഭിപ്രായമായി മാറുന്ന അറിവ് നഷ്ടപ്പെട്ട ഒരു നേതൃത്വമായി മാറി അപഹാസ്യരാവേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽപ്പില്ല ഇപ്പോ. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളാണ് നമ്മൾ ഇത്രയും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് ഈ സന്യാസി സമൂഹത്തെ പോലെ എത്തിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ബലാത്സംഗ കേസ് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ്. പിറ്റേ ദിവസം ഒരു അഴിമതി കേസ് സംസാരിക്കാൻ വന്നിരിക്കുന്നത് അദ്ദേഹമാണ്. അതിന്റെ അടുത്ത ദിവസം വിദേശ നയത്തെ കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുന്നത് അദ്ദേഹമാണ്. അതിന്റെ അടുത്ത ദിവസം പള്ളി കമ്മിറ്റിയുടെ കാര്യം പറയാനും അദ്ദേഹമാണ് വരുന്നത്. അതിന്റെ അടുത്ത ദിവസം സഭാ തർക്കങ്ങളെ കുറിച്ച് സംസാരിക്കാനും അദ്ദേഹമാണ് വരുന്നത്. ഈ അദ്ദേഹം തന്നെയാണ് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്.
ഈ ആള് തന്നെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, അതിന്റെ അഭിപ്രായം പറയുന്നത്. ഇങ്ങനെ മൈക്കിന്റെ മുമ്പിലും ചർച്ചയ്ക്ക് മുമ്പിലും വരാൻ ശേഷിയുള്ള ആളുകൾ എന്നുള്ളതൊക്കെയാണ് അവർ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്നത്. എല്ലാ കാര്യത്തിലും ബന്ധപ്പെടുന്നത്. ഒരു തന്ത്രമന്ത്രാദികളിൽ നിൽക്കുന്ന ആളുകൾ, സന്യാസവേഷന്മാരായിട്ടുള്ള ആളുകളൊന്നും ഇത്തരത്തിലെ എല്ലാ കാര്യത്തിലും എപ്പോഴും ഈ ചാനൽ ചർച്ചയ്ക്ക് മുമ്പിൽ തല കാണിച്ചുകൊണ്ട് എല്ലാത്തിലും അഭിപ്രായം പറയുന്നവരല്ലാത്തത് കൊണ്ട് ചാനൽ ചർച്ചകളിൽ മാത്രം വൈദഗ്ധ്യം എടുത്തിട്ട് ഏതൊരു വിഷയം, അറിവില്ലാത്ത മുഴുവൻ വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന ഈ കേരളത്തിലെ അപജയമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ തെങ്ങിൽ കയറാൻ കഴിവുള്ളവൻ തെങ്ങിൽ കയറുക. ഈ തെങ്ങിൽ കയറുന്ന ആളെ കൊണ്ട് കിണറ്റിൽ ഇറക്കിച്ച എന്തായിരിക്കും അവസ്ഥ? അതെ, ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പോത്തിനെ പൂട്ടുന്നവൻ പോത്തിനെ കൊണ്ട് നടക്കണം, ആനയെ കൊണ്ട് നടക്കണവൻ ആനയും കൊണ്ട് നടക്കണം. പോത്തിനെ കൊണ്ട് നടന്നവൻ ആനയും കൊണ്ട് നടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അത് ശരിയാവില്ല. അപ്പൊ ഇതിന് ഓരോ മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ അറിവുള്ള കാര്യത്തിൽ മാത്രമേ പോയി പറയാൻ പാടുള്ളൂ, അവിടെ ബന്ധപ്പെടാൻ പാടുള്ളൂ. അപ്പോഴും അറിവുള്ള വിഷയത്തിൽ പോലും സംസാരിക്കുമ്പോൾ മോഹൻജി ഇതിനകത്ത് ഒരു മാനദണ്ഡവും കൂടിയുണ്ട്. തത്വമസി എന്ന് പറയുമ്പോഴും എല്ലാം നീതി നീതി നീതി, ഇതല്ല ഇതല്ല ഇതല്ല, ഇതിക്കും മേലെ എന്ന് പറയുന്ന രീതിയിലാണ് വേദാന്തികൾ സംസാരിക്കേണ്ടത്. അപ്പോ എത്ര അറിവുണ്ടെങ്കിലും ഇതല്ല എന്ന് പറയുന്ന രീതിയിലേക്ക്, ഇനിയും ഇതിലും നല്ലത് മികച്ചത് എന്ന് പറയുന്ന രീതിയിലേക്ക് അറിവിനെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിലേക്ക് പകരാനും ജനങ്ങളിലേക്ക് ചിന്തിപ്പിക്കാനും പുതിയ തലമുറയിലേക്ക് ആ വിത്തുകൾ വിതറിക്കൊണ്ട് അവരിലൂടെ കൂടുതൽ കൂടുതൽ ഇതിന്റെ പഠനങ്ങൾ നടത്താനും വേണ്ടിയിട്ട് ഇതിലും നല്ലതുണ്ടാവാം എന്ന് പറയുന്ന രീതിയിൽ, നീതി നീതി എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അങ്ങനെയാണ് ഏതൊരു വിഷയത്തിലും. അല്ലാതെ ഞാൻ പറയുന്നത് ശരിയെന്നുള്ള ഒരു കാഴ്ചപ്പാടും ഇവിടുത്തെ ഒരു തന്ത്രിക്ക് പോലും പറ്റില്ല. തന്ത്രിക്ക് ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചില്ലേ, തന്ത്രിക്ക് ഒരു ഉത്സവ ദിനങ്ങളുടെ എണ്ണത്തെ കുറയ്ക്കാനോ ആന വേണ്ടാന്ന് പറയാനോ പുറത്തേക്ക് ആനന്ദനത്തെ ജനിപ്പിക്കാനായിട്ട് പടി കടന്നു പോകണ്ടെന്ന് പറയാനൊന്നുള്ള അവകാശം തന്ത്രിക്കുമില്ല. അതിനും ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഒരു തീരുമാനം തന്ത്രിക്ക് ഒറ്റയ്ക്ക് എടുക്കാനും പറ്റില്ല, കാരണം ഇതിന് പടിത്തരങ്ങളുണ്ട്. ഇത് ഒരു സ്ഥാപനമല്ല, ഇത് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനമല്ല. സംരക്ഷിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്കൊന്നുമില്ല, ഒന്നുമില്ല. ഇത് നമ്മുടേതല്ലല്ലോ ക്ഷേത്രം. ഇവിടുത്തെ ആചരണ ശുദ്ധിക്ക് കേടുവരാതെ, അനുഷ്ഠാന ശുദ്ധിക്ക് കേടുവരാതെ കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷ മാത്രമേ അവർക്കുള്ളൂ. അതെ, അടുത്ത തലമുറയ്ക്ക് ഇതുപോലെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. അതായത് അവിടുത്തെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം, ആചരണ രീതികൾ എല്ലാം ഒരു കേടും കൂടാതെ സനാതനമായിട്ട് നിലനിർത്തിക്കൊണ്ട് അതിന്റെ ആചരണ പദ്ധതികളെ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടവ തന്നെയാണ്. വരും തലമുറയ്ക്കായിട്ട് അതിനെ സജ്ജമായിട്ട് ജീവസുള്ളതാക്കി നിലനിർത്തേണ്ടതുമാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണഘടന മാറും, രാജ്യത്തിന്റെ നാമം മാറാം, രാജ്യം ഭരിക്കുന്നവരുടെ നാമം മാറാം, രാജ്യ സ്വഭാവങ്ങൾ മാറാം, ആചാര്യന്മാർ മാറി വരാം, പക്ഷെ ആചാരം സനാതനമായി തന്നെ നിലനിൽക്കും. അതാണ് ഭാരതത്തിന്റെ എത്തിച്ച് ഒരു ലോപവും വരാതെ മാറിക്കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വം മാത്രമാണ് അറിവുള്ളവർക്കുള്ളത്. അതെ, അത് ക്ഷേത്രങ്ങളിൽ, സ്ഥാപനങ്ങളിലല്ല, ക്ഷേത്രമാണ്. ജാതിയുടെ ഏതെങ്കിലും ഒരു ജാതിയുടെ അമ്പലം പോലത്തെ സ്ഥലങ്ങളിലല്ല, മതത്തിന്റെ മതിൽക്കെട്ടുള്ള ഇടങ്ങളിലല്ല. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ക്ഷതത്തിൽ നിന്നും ക്ഷയത്തിൽ നിന്നും ജീവലോകത്തെ, സർവ്വജീവലോകത്തെയും 33 കോടി ചരാചരങ്ങളെയും ശരിക്കും പറഞ്ഞാൽ ക്ഷേമപ്പെടുത്തുന്ന, ക്ഷേമ്യൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന തൃണദേശങ്ങളായിരിക്കുന്ന, അതായത് പരമാണു 30 കോടിയതിനെ വിതച്ച് ജീവനെ ജനിപ്പിക്കുന്ന സർവ്വശാസ്ത്ര നിലയങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും മഠാധിപതികൾ ഉണ്ടാക്കി വെക്കുന്ന ക്ഷേത്ര സംവിധാനങ്ങളെ കുറിച്ചല്ല ഈ പറയുന്നത്. മനസ്സിലായി? അങ്ങനെയുള്ളവിടുത്തെ ഭജന ഇരിക്കാനും വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടിട സമുച്ചയങ്ങളെ കുറിച്ചല്ല അങ്ങ് പറയുന്നത്. അല്ലല്ല, അത് ക്ഷേത്രങ്ങളല്ല. ഇപ്പം മതിലിന്റെ കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചും ആരാധനാലയങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. സനാതനന്മാരുടെ, അതായത് സനാതനനായിരിക്കുന്ന ബ്രഹ്മാവിനെ ജനിപ്പിക്കുന്ന, സനാതനനായിരിക്കുന്ന വിഷ്ണുവിനാൽ സ്ഥിതി ചെയ്യുന്ന, സനാതനനായിരിക്കുന്ന ഈ ശിവനിൽ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളെ, ത്രികാല പൂജകളെ നടക്കുന്ന, സംക്രമ പൂജകളെ ആടുന്ന, സൂര്യന്റെ 12 ഭാവങ്ങളാൽ അതിന്റെ പരിക്രമണവും ഭ്രമണവും വളരെ കൃത്യമായിട്ട് ചിട്ടയോട് കൂടിയിട്ട് നടക്കുന്ന ഇടങ്ങളിലുള്ള പരിപാവനമായിട്ടുള്ള ഗർഭഗ്രഹങ്ങളുടെ കാര്യത്തിലാണ് ഈ പറയുന്നത്.
ഉവ്വ. അതല്ലാത്തതിൽ ഇഷ്ടമുള്ള ഷർട്ട് ഊരിയോ ഷർട്ട് ഊരാതെയോ ഷൂ ഇട്ട് പൂജിക്കോ പൂണൂലില്ലാതെ പൂജിക്കോ സ്ത്രീകൾക്ക് പൂജിക്കോ എന്ത് വേണേലും ആവാം. ഉവ്വ. ആ അവിടെ ഇരുമുടി ഇല്ലാതെ ചെല്ലാം, എന്ത് വേണേലും ചെയ്യാം. ഉവ്വ. ആ ആർക്ക് വേണേലും ചെല്ലാം. നമുക്ക് എനിക്കും ക്ഷേത്രങ്ങൾ ചെയ്തു വെക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണേലും ആചരണങ്ങളെ നമുക്ക് മാറ്റാം. എന്തായാലും അങ്ങ് ഈ ശാസ്ത്രീയത എല്ലാ കാര്യത്തിലും വന്ന് കൂടുന്നുണ്ട്. അത് അങ്ങനെ തന്നെ വേണം തന്നെ. എല്ലാത്തിലും ശാസ്ത്രീയത ഉണ്ടല്ലോ. പക്ഷെ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാധാന്യം, അല്ലേ? തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവില്ല. അപ്പൊ മനസ്സിലായ ആളുകൾ, ആചാര്യവൃന്ദം, എല്ലാ തലത്തിലുമുള്ള ആചാര്യവൃന്ദം മനസ്സിലായവരായിരിക്കണം. ആ മനസ്സിലായ കാര്യങ്ങൾ അറിവ് കൃത്യമായി ആവശ്യമുള്ളിടത്തേക്ക് പകർന്നു കൊടുക്കുന്നവരായി മാറണം ആചാര്യന്മാർ, അല്ലേ? തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണമെങ്കിൽ എന്താദ്യം മനസ്സിലാക്കണമെന്ന് അങ്ങേക്ക് മനസ്സിലായോ? ദൈവം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ശിവൻ എന്താണെന്നും പാർവതി എന്താണെന്നും വിഷ്ണു എന്താണെന്നും ലക്ഷ്മി എന്താണെന്നും ബ്രഹ്മാവ് എന്താണെന്നും സരസ്വതി എന്താണെന്നും സുബ്രഹ്മണ്യൻ എന്താണെന്നും ഗണപതി എന്താണെന്നും ചണ്ഡിയും ചാമുണ്ടിയും ഭദ്രകാളിയും ഭൈരവിയും ഭുവനേശ്വരിയും വെള്ളാംഭൗതി ഐലേക്ഷി പിശാചി ചെകുത്താൻ ഡ്രാക്കുള യക്ഷൻ യക്ഷി ഗന്ധർവൻ പരബ്രഹ്മം അപരബ്രഹ്മം മൂലബ്രഹ്മം ബ്രഹ്മരക്ഷസ് എന്ന് തുടങ്ങിക്കഴിഞ്ഞ ശക്തി ചൈതന്യം ഇതെല്ലാം ജീവാത്മാവ് പരമാത്മാവ് ഇതെല്ലാം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ആ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ബ്രഹ്മരക്ഷസ് എന്താണെന്നോ 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ എങ്ങനെയാണോ നമ്മളെടുത്ത് അമ്മാനമാടുന്നത്, അതേപോലെ ഹൃദിസ്ഥങ്ങളാകണം അങ്ങീ പറഞ്ഞ മുഴുവൻ ദേവ സംവിധാനങ്ങളും, അല്ലെ? അതെ അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രഹ്മരക്ഷസും മൂലബ്രഹ്മവും അപരബ്രഹ്മവും പരബ്രഹ്മവും ബ്രഹ്മാവും ഇതെല്ലാം ഒന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല ഇതാണെന്ന് പറയാനുള്ള ശേഷി നമുക്കുണ്ടാവണം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. പരമശിവൻ പാർവതി അത് ഇപ്പോ അത് എവിടെയോ മൺമറഞ്ഞിരിക്കുകയാണ്. അങ്ങയുടെ പ്രണവവേദിയിൽ അതുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതെ. ഇത് അറിയാതെ മൂർത്തി ഏതെന്നറിയാതെ എങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തെ പരിപാലിക്കും, എങ്ങനെ പാലനം ചെയ്യുവാൻ കഴിയും നമുക്ക്? ഇപ്പൊ ശിവക്ഷേത്രം തന്നെ പല ക്ഷേത്രങ്ങളുണ്ട്. ശിവന്റെ തന്നെ ആലയങ്ങൾ പലതുണ്ട്. ചിലയിടത്ത് രുദ്രനായിരിക്കും, ചിലയിടത്ത് അന്തിമഹാകാളനായിരിക്കും, ചിലയിടത്ത് മഹാദേവനായിരിക്കും, ചിലയിടത്ത് പരമശിവനായിരിക്കും, ചിലയിടത്ത് രുദ്രനായിരിക്കും. എന്താണ് ആ ക്ഷേത്രത്തെ ഇങ്ങനെ അറിയപ്പെടാൻ കാരണം? എന്തുകൊണ്ട് ആ ക്ഷേത്രത്തില് മഹാദേവൻ എന്ന് ബോർഡ് വെച്ചില്ല? എന്തുകൊണ്ട് ശിവൻ എന്നുള്ള ബോർഡ് വെച്ചു? അല്ലെങ്കിൽ പരമശിവൻ എന്തുകൊണ്ട് പറഞ്ഞു? അന്തിമഹാകാളൻ എന്താണ് ആ പേരിന് കാരണം? ഇതെല്ലാം ശിവനല്ലേ എന്ന് ചോദിച്ചാലല്ല. അപ്പൊ ഇതിനെ തിരിച്ചറിയാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ഏത് ഭാവത്തിലാണ്. ഭദ്രകാളി ഭാവം തന്നെ എത്രയോ ടൈപ്പ് ഉണ്ട്. അപ്പൊ അത്രയും ഭദ്രകാളി ഭാവത്തിൽ ഏത് ഭാവത്തിലാണ് ആ പ്രദേശം എന്ന് അറിയാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഈ വേദത്തെ നമ്മൾ സർവ അഹങ്കാരത്തെയും മാറ്റിവെച്ച് വേദ്യമാക്കണം. വളരെയധികം കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ. അതിന് ആദ്യ വേദാന്ത വേദ്യവാക്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേനെന്ന് പറഞ്ഞ പോലെ ആ ആദ്യ വേദാന്ത വേദ്യനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ ത്രേത സിദ്ധാന്തത്തിലൂടെ മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വളരെ മനോഹരമായിട്ട് സംഖ്യാശാസ്ത്രം പോലെ സിമ്പിളാകുന്നതാണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ആരും അത് കേട്ട് പേടിക്കണ്ട. കാരണം ഇത് സംഖ്യാശാസ്ത്രം എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നു അത്രയും സംശയരഹിതമാണ്, അപൗരുഷയവുമാണ് വേദം. പൗരുഷങ്ങളെ, നമ്മളുടെ അഹങ്കാരത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതുമാണ് വേദം. ഇപ്പൊ സർവ്വ ആളുകളിലേക്കും ഒരു കൊച്ചു കുട്ടിക്കും പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റുന്ന, വേദ്യമാക്കാൻ പറ്റുന്ന നമ്മളുടെ വേദനകളെ, സർവ്വ ജീവലോകത്തിന്റെയും വേദനകളെ മാറ്റുവാൻ പറ്റുന്ന പരിഹാരത്തെ നിർദ്ദേശിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ലോകത്തിന് മുന്നിൽ ഭാരതം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ തിയോളജി ഭാരതത്തിൻ്റെതാണ്. ജീവനെ ജനിപ്പിക്കുന്നത് മാത്രമല്ല, ജീവനെ സ്ഥിതി ചെയ്യിക്കുന്നതിനും അതിന് വേണ്ട രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് എങ്ങനെ നല്ലൊരു തലമുറയെ സ്വസ്ഥതയും സ്വൈര്യവും സമാധാനവുമുള്ള ഒരു ജീവിതം പടുത്തുയർത്തുവാനായിട്ട് എങ്ങനെ ഈ പാഠ്യപദ്ധതികളെ എങ്ങനെ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് അവരറിയാതെ തന്നെ നമ്മൾക്ക് പഠിപ്പിക്കാൻ കഴിയുമെന്നുമാണ് വേദം പറയുന്നത്. അപ്പൊ ഇത് മാത്രം ഒരു സിലബസ് ആയിട്ട് എടുത്ത് പഠിക്കാതെ
അവരറിയാതെ തന്നെ അവരിലേക്ക് വേദത്തിന്റെ ആ സാരാംശത്തെ പകരുന്ന രീതിയിലാണ് ആചരണ രീതികളെ നമ്മൾ വെച്ചിരിക്കുന്നത്. ആചരണ രീതികളിലൂടെയാണ് ആ വേദത്തെ അവരിലേക്ക് വേദനകളെ മാറ്റുന്നതാക്കി നിലനിർത്തുന്നത്. അപ്പൊ അങ്ങനെ അറിയുമ്പം മാത്രമാണ് ഏതൊക്കെയാണ് വേദം, ഏതൊക്കെയാണ് വേദനകളെ തരുന്നത് എന്നറിയാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ വളരെയധികം നന്ദിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമ്മുടെ സമൂഹം പല കാര്യങ്ങളിലും വ്യത്യസ്തമായ ആചാര്യവൃന്ദങ്ങളിൽ നിന്ന് വരുന്ന വ്യത്യസ്തമായ ആ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റാതെ നാൽക്കവലയിൽ മനസ്സ് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള ചിന്താഗതിയിൽ ഏതാണ് കേൾക്കേണ്ടത്, ഏതാണ് അനുസരിക്കേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ വ്യാകുലതയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അങ്ങയുടെ ഇത്തരത്തിലുള്ള കൃത്യമായ മറുപടികൾ അത് വരും തലമുറയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങയോട് അനവധി കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അങ്ങയെ പോലുള്ള കഴിഞ്ഞ ദിവസം ബാബാജി വളരെ കാര്യമായിട്ട് പുതിയ നമ്മുടെ സമൂഹത്തിന് വലിയ സന്ദേശം നൽകിയിട്ടുണ്ട്. ഈ ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ, നിരവധി ആളുകൾ ഈ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും അല്ലാത്തപ്പോഴും ഒക്കെ നല്ല നല്ല ആശയങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഒരു വേദനയില്ലാത്ത, മനുഷ്യന് വിഷമം ഉണ്ടാകാത്ത തരത്തിലുള്ള ഉപദേശങ്ങളാകട്ടെ ഇനിയും ആചാരവൃന്ദങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. വലിയ സന്തോഷം. നമസ്തേ 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 മോഹൻജി. നമസ്തേ നമസ്തേ.